ഒരു വൃക്ഷമെങ്കിലോ അതിന് പ്രത്യാശയുണ്ട്. വൃക്ഷം എന്നത് ഒരു ദൈവ പൈതലിനോട് വൃക്ഷത്തെ ഉപമിച്ചിരിക്കുകയാണ്. വൃക്ഷം എന്നയിടത്ത് നമുക്ക് നമ്മുടെ പേരെഴുതി വായിക്കാൻ പറ്റുമോ? ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്തുവാ വൃക്ഷത്തിൻ്റെ പ്രത്യാശ? വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കുമെന്നുള്ളതാണ് വൃക്ഷത്തിന്റെ പ്രത്യാശ. ആമേൻ. വെട്ടാൻ കോടാലിയുമായി കടന്നു വരുന്നവനൊരു പ്രതീക്ഷയുണ്ട്. ഇനി മേലാൽ ഈ വൃക്ഷം വളരത്തില്ല, ഇതോടെ ഈ വൃക്ഷം അസ്തമിച്ചു. എന്നാൽ വൃക്ഷം വെട്ടുന്നവനല്ല, വൃക്ഷം എന്താകണമെന്ന് തീരുമാനിക്കുന്നത്. പ്രത്യുത ഈ വൃക്ഷം നട്ടയൊരുവനുണ്ട്. നീയാകുന്ന വൃക്ഷത്തെ നിന്റെ വളർച്ച കണ്ട്, ഉയർച്ച കണ്ട്, അനുഗ്രഹങ്ങൾ കണ്ട് വെട്ടുവാൻ കോടാലിയുമായി ചിലർ കടന്നു വരുമ്പോൾ, അത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നിന്റെ ജീവിതത്തിൽ നേരെ പ്രഹരിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇനി നീ പൊങ്ങത്തില്ല. എന്നാൽ തിരിച്ചറിയുക, നീ ആകുന്ന വൃക്ഷത്തെ വെട്ടാൻ വരുന്നവനല്ല തീരുമാനിക്കുന്നത്. നീ ആകുന്ന വൃക്ഷത്തെ നട്ടയൊരുവനുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ഉലക സ്ഥാപനത്തിന് മുമ്പേ നിന്നെ പേർ ചൊല്ലി വിളിച്ച ഒരുവനുണ്ട്. അവനാ തീരുമാനിക്കുന്നത് നീ ആരായി തീരണമെന്ന്.